ടൈം പാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അടുത്തുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അതിൻ്റെ പേര് ഹൈറ്റ്സ് ഓഫ് അബ്രഹാം എന്നാണ്. അപ്പോൾ ഇത് കണ്ടോ, ഈ മാറ്റ്ലാക്ക് ബാത്ത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പാർക്കിംഗ് ഇട്ട് വരികയാണെങ്കിൽ നമുക്കിവിടെ അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസും കിട്ടും, അത്യാവശ്യം പൈസ കുറവുമാണ്. ഇവിടെ നിന്ന് ഒരു 100 മീറ്റേഴ്സ് ഉള്ളൂ ഈ ഹൈറ്റ്സ് ഓഫ് അബ്രഹത്തിലേക്ക് പോകാനാണ്. നമുക്ക് സേഫായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്യണമെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ കാണാൻ പറ്റും, ഡീറ്റെയിൽസ് കിട്ടും. പിന്നെ ഞാൻ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ടൈം സ്ലോട്ട് എടുത്ത് വരുന്നതായിരിക്കും ബെറ്റർ. മിനിമം ഒരു 3 hours കാണാനുള്ളതുണ്ട്. ടിക്കറ്റ് ചാർജിൽ നമ്മുടെ കേബിൾ കാറും കേവ്സ് കാണാനുള്ള എല്ലാ ടിക്കറ്റും ഇൻക്ലൂഡഡ് ആണ് ആ പ്രൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിട്ട് വരുമ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് നല്ലൊരു ചെറിയൊരു റിവറുണ്ട്. ആ റിവറിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മളിങ്ങോട്ട് വന്നത്. അപ്പോൾ അവിടെയും പാർക്കിങ് ചെറിയ സ്ലോട്ടുകളുണ്ട്, പക്ഷെ അവിടെ അവരൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല പൈസ പേയ്മെൻറ്റ് ഉണ്ടോ ഇല്ലേന്ന്. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാറ്റ്ലോക്ക് സ്റ്റേഷൻ്റെ അവിടെ വന്ന് പാർക്ക് ചെയ്യുന്നതാണ്. ഓൾ ഡേ പാർക്കിങ്ങിന് 7 pound ഉള്ളൂ. അവിടെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചെറിയൊരു 5 minute വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ നമ്മൾ റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്ത് വരാണെങ്കിൽ ആ റോഡ് സൈഡിനോട് ചേർന്ന് തന്നെ കണ്ട ഇങ്ങനെ ഒരു പാലുണ്ട്. ആ റോഡിൻ്റെ അവിടെ നിന്ന് സൈഡിൽ പാർക്കിംഗ് ഉണ്ട്. ഈ പാലത്തിൽ കൂടെ കയറി വരണം. ഇവിടെ പാലത്തിൻ്റെ അടിയിൽ ചെറിയൊരു പുഴയാണ്. ഇവിടെ അത്യാവശ്യം വെള്ളമുണ്ട്, മഴയൊക്കെ പെയ്തുകൊണ്ട്. അപ്പോൾ ഇതിങ്ങനെ കയറി വരുമ്പോൾ സ്ട്രെയിറ്റ് ഇങ്ങനെ വന്നാൽ മതി. സ്ട്രെയിറ്റ് ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു റെയിൽവേ കണ്ടോ, ഇതുപോലെ ഫ്ലൈ ഓവർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടി കൂടെയാണ് വരേണ്ടത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതാണ് ഈ ഹൈറ്റ്സ് ഓഫ് അബ്രഹത്തിൻ്റെ ഒരു എൻട്രൻസ് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് നമുക്ക് നടന്ന് തന്നെ വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ വരുമ്പോൾ എൻട്രൻസിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ ഒരു ടിക്കറ്റ് ഓഫീസ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഹൈറ്റ്സ് ഓഫ് അബ്രഹാം എന്നൊരു ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് ഓഫീസിലേക്ക് നമ്മൾ മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും ബെറ്റർ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ ടിക്കറ്റിന് ഒരു 3-4 pound കുറവുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ട്രെയിനോ ബസ്സോ ഉപയോഗിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ആ ടിക്കറ്റ് നമ്മളിവിടെ കാണിക്കുകയാണെങ്കിൽ ഒരു 5 pound പെർ ഹെഡ് കുറവും കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ വരുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കേബിൾ കാർ സ്റ്റേഷൻ കാണുന്നത്. ഇവിടെ ഇതിൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് കാണാനുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ വരുമ്പോൾ ഇതാണ് ടിക്കറ്റ് ഓഫീസ് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ടിക്കറ്റ് കാണിച്ചു കൊടുക്കണം. ഉണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ആ ഒരു വ്യൂ. 3 അങ്ങോട്ട് പോകുമ്പോൾ 3 ഇങ്ങോട്ട് വരും. ഇത്രയും ഹൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. That's it. അപ്പോൾ നമ്മൾ ജുഗ്രുവിനെ നമ്മൾ പ്രാമിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഏത് പ്രായത്തിലുള്ള പിള്ളേർ നമുക്ക് കൊണ്ടുവരാം, അതുപോലെ പെറ്റ്സിനെയും നമുക്ക് കൊണ്ടുവരാം, ഒരു കുഴപ്പമില്ല. നമുക്ക് കേബിൾ കാറിൽ നമുക്ക് പ്രാമും കയറ്റി കൊണ്ടുവരാവുന്നതാണ്. അതിനോട് എല്ലാ ഹെൽപ്പും അവിടുത്തെ സ്റ്റാഫ് ചെയ്യും. കണ്ടോ, ഈ പ്രാമിൽ നമ്മൾ ഈ കേബിൾ കാറിന് താഴേക്ക് നമ്മളൊരു വ്യൂ ഉണ്ടല്ലോ, അത് സൂപ്പർ വ്യൂ കേട്ടോ. നല്ല ഒരു ഭംഗിയാണ് അത് കണ്ട് ആസ്വദിക്കാൻ. അപ്പോൾ നമ്മൾ കേബിൾ കാറിൻ്റെ ആ സ്റ്റേഷനിലെത്തി. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. നമ്മൾ ഇറങ്ങി ചെന്ന് കയറുമ്പോൾ തന്നെ ആ ഒരു ഏകദേശം ഒരു മിഡിലായിട്ടാണ് എത്തുന്നത്. അവിടെ തന്നെ നമുക്ക് അവിടുത്തെ ഒരു ഗൈഡുമാർ അവിടെ നിൽക്കുന്നുണ്ടാവും.
ആ ഗൈഡുമാർ നമുക്ക് എല്ലാ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും നമുക്ക് തരികയും ചെയ്യും. അവർ എപ്പോഴൊക്കെയാണ് അതിൻ്റെ ഓപ്പണിംഗ് ടൈം, 4 കേവ്സാണ് അവിടെ ഉള്ളത്. അപ്പോൾ 4 കേവ്സ് എപ്പോഴൊക്കെയാണ് ഓപ്പണിംഗ് ടൈം ഉള്ളതെന്ന് ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 2 കേവുകൾ നമുക്ക് കയറി ചെല്ലുന്നതിൻ്റെ താഴ്ഭാഗത്തും 2 മുകളിലായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം മുകളിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസ് അവിടുത്തെ ഗൈഡുമാർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. പിന്നെ നമുക്ക് അവരുടെ ആ ബാർകോഡ് സ്കാൻ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈലിൽ നമുക്ക് ഓരോ സ്പോട്ടിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷനും കേട്ടുകൊണ്ട് നമുക്കത് പോകാം. നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് അതിനോടനുസരിച്ച് ഒരു വലിയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ ഒരു സുവനീർ ഷോപ്പുണ്ട്, ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് താഴേക്കുള്ളൊരു വ്യൂ കണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. $3 to 5 hours എടുക്കും നമുക്കിതൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഇച്ചിരി വൈകി പോയി. അപ്പോൾ ഞങ്ങൾ എന്തായാലും മുകൾ ഭാഗത്തേക്ക് ആദ്യം പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം കാണുന്ന അവിടുത്തെ ഒരു ആംഫി തിയേറ്റർ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ആ ഒരു ആംഫി തിയേറ്ററിൻ്റെ ഇതാണ് നമ്മൾ ആദ്യം കാണാമെന്ന് വെച്ചത്. ആംഫി തിയേറ്ററിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് നമുക്ക് അവിടുത്തെ ഒരു ടവർ ഉണ്ട്. അപ്പോൾ ഈ ടവറിലേക്ക് നമ്മൾ സ്റ്റെപ്സ് കയറിയാണ് പോകേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് കയറി നമുക്ക് ആ ഒരു ഡെർബിഷെയറിൻ്റെ ഒരു 360 വ്യൂ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടേക്കാണ് നമ്മൾ അടുത്തായിട്ട് പോയത്. അപ്പോൾ നമ്മൾ വിക്ടോറിയ ടവറിലേക്ക് നമ്മൾ കയറാൻ പോവാണ്. അപ്പോൾ നമുക്ക് പ്രാമയിൽ കയറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഉണ്ണീനെ നമ്മൾ കയ്യിലെടുത്തിട്ടാണ് നമ്മളത് കയറുന്നത്. അപ്പോൾ അത് കുറച്ച് സ്റ്റെപ്പുകളുണ്ട് ഉള്ളിലേക്ക്. അപ്പോൾ നമുക്ക് കാണാം. All right. വളരെ കുത്തിനുള്ള സ്റ്റെപ്പുകളാണ്, എന്നാലും കുഴപ്പമില്ല. നമ്മളിവിടെ കയറി ചെന്ന് കഴിയുമ്പോൾ ഒരു അസാധ്യ ഭംഗിയാട്ടോ കാണാനായിട്ട്. എന്താ പറയുക, നല്ലൊരു വ്യൂ ആണ്. 360 ആംഗിളിൽ നമുക്ക് ഡെർബിഷെയർ ഫുള്ളായിട്ട് കാണാം. അത് വീഡിയോയിൽ കാണുന്ന പോലെ നേരിട്ട് കാണാനായിട്ട് നല്ലൊരു ഭംഗിയാണ് കേട്ടോ. നല്ലൊരു വ്യൂ പോയിൻ്റ് പോലെ 360യിൽ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഈ വഴി കൂടെയാണ് നമ്മൾ നടന്നിങ്ങോട്ട് കയറി വന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. ഇതാണ് കണ്ടോ, അതിൻ്റെ ഒരു ഹൈറ്റ്. ഇതാണ് നമ്മുടെ കേബിൾ കാർ സ്റ്റേഷൻ. കേബിൾ കാർ സ്റ്റേഷൻ ഈ കേബിൾ കാറുകൾ വരുന്നത് നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റത്തെ കേവ് എക്സ്പീരിയൻസ് ചെയ്തെന്ന് വെച്ചു. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ കേവ് ഉണ്ടോ, ദ ഗ്രേറ്റ് മാസൺ കാവൻ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ കൂടെ ഒരു ഗൈഡ് വരും. ആ ഗൈഡാണ് നമ്മളെല്ലാവരും കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് എത്ര 189 സ്റ്റെപ്സ് അടിയിലേക്ക് പോയിട്ടാണ്, സ്റ്റെപ്സ് നമുക്ക് ഇറങ്ങാനുണ്ട്. അടിയിലേക്ക് പോയിട്ടാണ് ഈ ഒരു കേവ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ലൈം സ്റ്റോൺ കേവ് ആണിത്. അപ്പോൾ ഈച്ച് പോയിന്റിലെത്തുമ്പോഴും അവർ നമുക്ക് ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ലൈറ്റ് ഷോ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്കാണ് വരുന്നത്. അപ്പോൾ ഈ ടിക്കറ്റും എല്ലാവരും നമ്മുടെ ഈ എൻട്രി ചാർജിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. Well, yeah, I'm just squatting in me. Ladies and gentlemen, you are welcome to take pictures and videos of the tour throughout. However, if you do so, I want you to switch off the lights and flashes on your phone. 350 million years ago, the Earth was covered 9/10 in water. There was only one piece of land, a giant supercontinent in the northern hemisphere called Pangaea. The rest of the world
was one job. അപ്പോൾ ഇതാണ് ആ ഒരു ഗുഹയുടെ ഉൾവശം. എല്ലാ ഡിസ്ക്രിപ്ഷനും ഗൈഡ് നമുക്ക് പറഞ്ഞു തരും. ഇതിൽ നമുക്ക് കുട്ടികളെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് പ്രാം ഉപയോഗിക്കാൻ പറ്റില്ല, അവരെ കയ്യിൽ തന്നെ എടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ഇത് കുറച്ച് നേരം കാണാനുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ള ഒരു 4 മെയിൻ സ്റ്റേഷൻസൊക്കെ അവർ കാണിച്ചു തരും. എല്ലാ ഡിസ്ക്രിപ്ഷനും നന്നായിട്ട് അവർ തരുന്നതാണ്. പിന്നെ ഒരു ലൈറ്റ് ഷോയും കൂടിയുണ്ട്. ഇനി ഫസ്റ്റ് കേവിൻ്റെ തന്നെ രണ്ടാമത്തെ മെയിൻ കമ്പാർട്ട്മെൻറ്റിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അവർ മെഴുകുതിരി കുത്തി വെച്ച് അവർ മൈനിങ് ചെയ്ത ആ ഒരു ഇതൊക്കെ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ഡീറ്റെയിൽസ് കണ്ടതിന് ശേഷം നമ്മൾ ഗുഹയുടെ പുറത്തേക്ക് പോകും. അപ്പോൾ ഇതാണ് നമ്മൾ ഗുഹയിൽ നിന്ന് പുറത്ത് വന്ന ഒരു വഴി. വരുന്നതും ഒരു നല്ലൊരു വ്യൂ പോയിന്റിലേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ തിരിഞ്ഞ് കയറിയ ടിങ്കർ ഷാഫ്റ്റ് എന്ന് പറയുന്നൊരു വ്യൂ പോയിന്റിലേക്ക് നമുക്ക് വരും. അപ്പോൾ നിങ്ങൾ ഈ വരുന്ന വീഡിയോയുടെ അടുത്ത ക്ലിപ്പിൽ നമ്മൾ കാണും. അവിടെ നോക്കിയാൽ നല്ലൊരു വ്യൂ പോയിൻ്റാണ്. അവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനും കുറച്ച് ഫുഡൊക്കെ കഴിക്കാനും പറ്റിയ ഒരു സ്ഥലമാണ്. ഇതാണ് ടിങ്കേഴ്സ് ഷാഫ്റ്റ് എന്ന് പറയുന്ന വ്യൂ പോയിന്റ്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു ഇത് കാണാൻ പറ്റും. ഇത് ഇവിടുത്തെ ഒരു സുവനീർ ഷോപ്പ് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സ്റ്റോൺ ഷോപ്പ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടുത്തെ പലതരത്തിലുള്ള മൈനിങ് ആ ലൈം സ്റ്റോൺസും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിൻ്റെ താഴെ അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൊരു വാക്ക് വേ കൂടി ഇതിൻ്റെ താഴെയുണ്ട്. അപ്പോൾ ഇവിടെ പഴയ കാലത്തുള്ള ഫോസിലുകളും ഫിഷിൻ്റെ ഷേപ്പിലുള്ള ഫോസിലുകളൊക്കെ ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിവിടുന്ന് അത്യാവശ്യം കാര്യങ്ങൾ നമ്മളെന്താ പറയുക ഈ ജന്മനക്ഷത്ര കല്ലുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് കിട്ടും കേട്ടോ. അതുകൊണ്ട് മേസൺ കാവൻ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വന്നത് ഈ ഇതിൽ കൂടെ പോകണം. ഇവിടെ 2 കാവൻ അല്ലെങ്കിൽ 2 ഗുഹകളാണുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ഗുഹ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ എന്താ പറയുക ഈ റട്ട്ലൻഡ് കാവൻ. അതിനും അവിടെയും ഒരു ഷോ ഉണ്ട്. ഷോ അല്ല, അവിടുത്തെ എൻട്രിയും ആ ഒരു ഗൈഡ് ടൂർ പോലെയാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അപ്പോൾ അതിന് ലാസ്റ്റ് ടൈം 3:15 അപ്പോൾ ഞങ്ങളപ്പോൾ അതും കൂടി കണ്ടിട്ട് ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇങ്ങനെ വരുന്ന വഴിയിൽ ഇതൊരു ബട്ടർഫ്ലൈ ഗാർഡൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെ കുറേ ബട്ടർഫ്ലൈസ് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അത് കാണാൻ നിൽക്കുന്നവരാണെങ്കിൽ ഇവിടെ നിൽക്കാം. പിന്നെ കുട്ടികൾക്ക് ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട്. പിന്നെ കണ്ടത് ഈ കാണുന്ന കേബിൾ കാറിൻ്റെ റോപ്പുകളാണ് ആ കാണുന്നത്. കാണാൻ പറ്റണമെന്ന്
കാണുന്നല്ലോ. അപ്പോൾ ഇതിൽ കൂടെയാണ് കേബിൾ കാർ പാസ് ചെയ്യുന്നത്. അങ്ങനെ അപ്പോൾ നമുക്ക് ഈ വഴി കൂടെ നമുക്ക് ഏകദേശം ഒരു മൈലിനടുത്ത് വഴിയും കൂടി നമുക്ക് നടക്കാനുണ്ട് അടുത്ത ഈ സമ്മർ ഹൗസിലേക്കും റട്ട്ലാൻഡ് കാവനിലും എത്താനായിട്ട്. ഇതാണ് ഇവിടെ ഒരു സമ്മർ ഹൗസ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു സ്പോട്ട്. അപ്പോൾ ഇത് എന്തിട്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു റെസ്റ്റിംഗ് ഏരിയ അത്ര മാത്രമേ ഉള്ളൂ ഇവിടെ. ഇങ്ങനെ നല്ലൊരു എന്താ പറയുക, ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ പോവാട്ടോ. നല്ലൊരു ഇതാണ്, ഒരു ഡേ ട്രിപ്പിന് പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്ത ഒരു കേവ്. നമ്മളിപ്പോൾ അതിൻ്റെ ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ടൈം ആകുമ്പോൾ നമ്മുടെ ഗൈഡ് വരും. ഗൈഡ് വന്നിട്ട് നമ്മളെ ഒരു ഗ്രൂപ്പിനെ അവർ കൊണ്ടുപോകും. അപ്പോൾ ഇതിൻ്റെ അടുത്തും ചെറിയൊരു റെസ്റ്റോറൻറ്റും ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ബിയറൊക്കെ കഴിക്കാനോ വൈനൊക്കെ കഴിക്കാനോ നല്ല സ്പോട്ടാണ്. ഇവിടുന്ന് കണ്ടോ ഇതിൻ്റെ താഴേക്ക് നല്ല വ്യൂ ആണ്. അപ്പോൾ നല്ലൊരു വ്യൂ പോയിന്റിലിരുന്ന് ഇച്ചിരി ബിയർ കഴിക്കണമെങ്കിൽ പറ്റിയൊരു സ്പോട്ട് തന്നെയാണിത്. കുട്ടികൾക്കുള്ള ഇഷ്ടംപോലെ പ്ലേ ഏരിയാസും ഇതിൻ്റെ ഇടയിലുണ്ട് കേട്ടോ. അത് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഗൈഡ് വന്ന് നമ്മുടെ ടൈമായി. അപ്പോൾ നമ്മളിതേ പോവുകയാണ്. അപ്പോൾ വരിയായിട്ട് പോവാണ്. ഇതിൽ നമുക്ക് കുട്ടികളെ പ്രാമിൽ കൊണ്ടുപോകാം. ഇത് അത്യാവശ്യം സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതായത് എന്താ പറയുക, സ്റ്റെപ്പുകൾ കുറവാണ് ഇതിനുള്ള. അപ്പോൾ നമുക്ക് കുട്ടികളെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് പ്രാം ഇതിൽ കൊണ്ടുപോകാൻ പറ്റും. അതിനൊരു കുഴപ്പമില്ല. നമ്മുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ട്. ഗൈഡ് ഇതിൻ്റെ എല്ലാ ഹിസ്റ്ററിയും കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. I know that this looks exciting, folks. I promise you it's not. It's a small dark area at the bottom of a mine shaft, currently under maintenance. There's no lights in there. It's claustrophobia hell. So we're not going in there. We just looked at it and go, yes, how dark. It is weird. Right, okay. Discover. It comes with its own little legend. This legend says that a very long time ago, during the Roman conquest, actually, that Emperor Hadrian of the Romans himself, you might know him for a certain war. അപ്പോൾ നമ്മൾ ആ ഗുഹയൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ ഇതാണ് ആ ഒരു ഹിൽ ടോപ്പ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 3 ലെയറായിട്ടുണ്ട്. അവിടെ ഇരുന്ന് നമുക്ക് നല്ലൊരു വ്യൂ പോയിൻ്റ് ഇരുന്ന് നമുക്ക് ഫുഡ് എൻജോയ് ചെയ്യണമെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാം. മിനിമം ഒരു 3 hours മിനിമം കണക്കാക്കി വേണം വരാനായിട്ട്. കാരണം നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് കാണണമെങ്കിൽ അത്ര സമയം ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മുടെ കേബിൾ കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കേബിൾ കാർ വരുമ്പോൾ നമ്മൾ അതിൽ കയറി പോകാനായിട്ട് പോവാണ്. അപ്പോൾ ഇത്രയ്ക്കാണ് വിശേഷങ്ങൾ. അപ്പോൾ പോയവരുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ ആ ഒരു അഭിപ്രായം ഒന്ന് പറഞ്ഞോളൂ. അല്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് പോയി ആസ്വദിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. All right, mind your head there. Okay, thank you very much. Thank you. Thank you. അവിടെ ഉണ്ടല്ലേ. ഈ ഒരു വ്യൂ കണ്ട ഒരു ചെറിയൊരു പുഴ, അതിൻ്റെ അടുത്ത് തന്നെ ഒരു റെയിൽവേ ട്രാക്ക്, പിന്നെ റോഡ്, ഇതിൻ്റെ ഒക്കെ മുകളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. നല്ലൊരു വ്യൂ ആണ് കേട്ടോ. നന്നായി ആസ്വദിക്കാൻ പറ്റുന്ന, ഇഷ്ടപ്പെടുന്നവർക്ക് പോകാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ, ഒന്ന് ഷെയർ ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.